എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷേട്ടൻ ഇവിടുത്തെ ബാങ്കർ ക്രിക്കറ്റ് ക്ലബിൻ്റെ, അതായത് മലയാളി ക്രിക്കറ്റ് ക്ലബിൻ്റെ ക്യാപ്റ്റനാണ്. പ്രശാന്ത് ഏട്ടൻ എന്ന് പറയുന്നത് വൈസ് ക്യാപ്റ്റനാണ്. അപ്പം ടീമിൻ്റെ കാര്യങ്ങളും അതുപോലെ ടീം രൂപീകരിച്ച കാര്യങ്ങളും എല്ലാം അനീഷേട്ടനും പ്രശാന്ത് ഏട്ടനും എക്സ്പ്ലെയിൻ ചെയ്യും. നമസ്കാരം. BMCT ബാങ്കർ മലയാളി ക്രിക്കറ്റ് ടീം 2008-09 കാലഘട്ടങ്ങളിലാണ് ഞങ്ങളിവിടെ ക്രിക്കറ്റ് കളി സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഇവിടെ കുറച്ച് മലയാളീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വളരെ ചെറിയ രീതിയിലാണ് കളികളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. 2015 ഒരു സായാഹ്നത്തിൽ ഞാനും പ്രശാന്തും ഇവിടുന്ന് ഓസ്ട്രേലിയക്ക് പോയ ബിജോയും കൂടെ ഇരുന്നപ്പോഴാണ് ഒരു ക്രിക്കറ്റ് ടീം ഉണ്ടാക്കുക എന്നുള്ളൊരാശയം മുന്നോട്ട് വന്നത്. അന്ന് ഞങ്ങൾക്കൊപ്പം നമ്മുടെ പഴയ ഇപ്പോൾ സീനിയറായിട്ടുള്ള എല്ലാ താരങ്ങളും ഉണ്ടായിരുന്നു. ഒരു രാജ്യത്തിൻ്റെ വിജയം അവരുടെ ചെറുപ്പക്കാരിൽ നിന്നാണെന്ന് പറയുന്നത് പോലെ എന്തിനും തയ്യാറായ 80ഓളം മെമ്പേഴ്സാണ് ഇപ്പം BMCTയിലുള്ളത്. പ്രവാസിയായിട്ട് ജീവിക്കാൻ വരുമ്പം പണം ഉണ്ടാക്കുക എന്നുള്ള ഒരു സിസ്റ്റത്തിൽ മാത്രം ഒതുങ്ങാതെ ജീവിതം ആസ്വദിക്കുക എന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിന് ഏറ്റവും നല്ലത് നമ്മുടെ ക്രിക്കറ്റ് കളി തന്നെയാണ്. നമ്മുടെ ക്രിക്കറ്റ് എന്ന് പറയുമ്പം ഇത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞ് ചേർന്നിരിക്കുന്നതാണ്. നമുക്കറിയാം, നമ്മൾ പാടത്തും പറമ്പിലും മടൽ വെട്ടി കളിച്ചു തുടങ്ങി, പിന്നെ അത് കോളേജ് കാലഘട്ടങ്ങളിലേക്ക് നീങ്ങി ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ ഇത്രയധികം സൗകര്യങ്ങളൊക്കെ ഉള്ളപ്പം അത് നന്നായിട്ട് ആസ്വദിക്കുക എന്നുള്ളതാണ് പരമപ്രധാനം. അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാക്കുന്ന ഉണർവും ആരോഗ്യവും വലുതാണ്. ഞങ്ങൾ തുടക്ക കാലഘട്ടങ്ങളിൽ പല കളികളും പരാജയപ്പെടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആ പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് വിജയങ്ങൾ തുടർക്കഥകളാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് BMCTയുടെ ഏറ്റവും വലിയ കാര്യം. അതിന് ഞങ്ങളുടെ ടീം ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പരമപ്രധാനം. ഞങ്ങൾക്ക് ഇവിടെ അതർ ആക്ടിവിറ്റീസ് എന്ന് പറയാനായിട്ട് ബാഡ്മിൻ്റലുണ്ട്. അത് പ്രധാനമായിട്ടും പ്രശാന്താണ് അതൊക്കെ ഓർഗനൈസ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു അസോസിയേഷനുണ്ട്. ഇൻഡോർ ഗെയിംസും അങ്ങനെയുള്ള എല്ലാവിധ കൾച്ചറൽ ആക്ടിവിറ്റീസും നമ്മുടെ നാടിൻ്റെ തനിമയോട് ചേരുന്ന പല കലകളും ഞങ്ങളതിൽ നടത്താറുണ്ട്. BMCTക്ക് 3 തരത്തിലുള്ള മുഖങ്ങളാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. പ്രധാനമായിട്ടും ക്രിക്കറ്റ് കളി, രണ്ടാമത് ഞങ്ങൾക്ക് ചാരിറ്റബിളായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്, മൂന്നാമതായിട്ട് ഇവൻസുകൾ. നമ്മൾ ചാരിറ്റബിളായിട്ടുള്ള ഒത്തിരി പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലേക്കും ചെയ്യുന്നുണ്ട്, ഇവിടെയും ചെയ്യുന്നു. പിന്നെ പ്രധാനമായിട്ട് ഇവൻറ്റുകളാണ്. നമുക്കറിയാം, നമ്മൾ ക്രിക്കറ്റ് കളി മാത്രമല്ലാതെ പല ഇവൻറ്റുകൾ നടത്താറുണ്ട്. സാധാരണ വർഷത്തിൽ 2 തവണയാണ് ഞങ്ങൾ ഇവൻറ്റുകൾ പ്ലാൻ ചെയ്യുന്നത്. അത് തുടക്കവും പിന്നെ ഒന്ന് ഇയർ എൻഡിങ്ങിലും. അതായത് മെൻ്റലി മാനസികമായുള്ള ഒരു ഉല്ലാസം, അതാണ് ഈ ഇവൻറ്റ്സ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഏതൊരു പ്രവർത്തനമാണെങ്കിലും അതിനൊരു പ്രമോഷൻ അനിവാര്യമാണ് ഇപ്പോഴത്തെ കാലത്ത്, മീഡിയ വൈസ്. ഇപ്പം BMCTക്ക് അതിൻ്റേതായ ഉള്ളൊരു സ്ട്രാറ്റജി ഉണ്ട്. നമുക്കൊരു PRO ഉണ്ട്. നമ്മുടെ എല്ലാ കളികളും, നമ്മുടെ ഇവൻറ്റ്സുകളും, നമ്മുടെ എല്ലാ പ്രോഗ്രാമും കോർഡിനേറ്റ് ചെയ്ത് അത് മാർക്കറ്റ് ചെയ്യുന്നത് നമ്മുടെ PRO സിന്നി മുക്രാപ്പള്ളിയാണ്. നമസ്കാരം. അപ്പം അനീഷ് പറഞ്ഞ പോലെ നമ്മൾ ടീം സെലക്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഓരോ കളിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു കളി നമ്മൾ ടീം സെലക്ട് ചെയ്യുന്നത് നമ്മൾ ഓപ്പോസിറ്റ് ടീം, അതായത് നമ്മളെ ഓപ്പോസിറ്റ് ടീമിൻ്റെ സ്ട്രെങ്ത്, അവരുടെ വീക്ക്നെസ്, അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓരോ ടീമിനെ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ വെതർ, പിന്നെ എന്താണ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ശരിക്കും വർക്കൗട്ട് ചെയ്ത് ടീം വർക്ക് നന്നായിട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ടീമിനെ സെലക്ട് ചെയ്യുന്നത്. അനീഷ് ആയാലും ബിബിൻ ആയാലും, നമ്മുടെ വൈസ് ക്യാപ്റ്റൻ, മറ്റേ വൈസ് ക്യാപ്റ്റൻ ബിബിൻ, പുള്ളി ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ ഡിസ്ട്രിക്ട് പ്ലെയർ ആയിരുന്നു. അപ്പം പുള്ളി ഒക്കെയാണ് അത്രയും നല്ലൊരു ഓർഡർ. അത് നമുക്ക് ഡൊമിനിക് കണ്ടില്ലേ, ബെൽഫാസ്റ്റിൽ ടോപ്പ് സ്കോററായിരുന്നു അവൻ. അതെ, ഒരു സീസണില്ല 1000+ റൺ അടിച്ച് അവൻ അത്രയും. വേറൊരു ഏറ്റവും വലിയൊരു കണ്ടൻറ് എന്ന് പറയുന്നത് നമ്മളെ നെടുന്തൂൺ അനീഷ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. കാര്യം അനീഷിൻ്റെ ഒരു ക്യാപ്റ്റൻസി അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം നമ്മൾ ഒരു കാലഘട്ടത്തിൽ നമ്മളിത് അനീഷ് പറഞ്ഞല്ലോ 15 നമ്മൾ പ്രൊഫഷണലായിട്ട് തുടങ്ങിയെങ്കിലും പിന്നെ കോവിഡായി, പല കാര്യങ്ങളും നമ്മൾ കളി ഒരു പരിധിവരെ നിന്ന് പോയതാണ്. പക്ഷേ അത് വീണ്ടും നമ്മൾ ഒന്നുകൂടെ കോർഡിനേറ്റ് ചെയ്ത് വീണ്ടും ഇപ്പോഴത്തെ ഒരു ലെവലിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ അനീഷിൻ്റെ ഒരു ആത്മാർത്ഥ, ശരിക്കും നമ്മളൊക്കെ അത് കണ്ടുപിടിക്കേണ്ടതാണ്, ഓരോ ടീമും കണ്ടുപിടിക്കേണ്ട കാര്യം. He's a Peter McLaren. He is chairman of Bangor Cricket Club.
He's my best friend now. And thank you so much for your support and helping to our BMCT. Well, that's good. Uh, Always like to support you. You can see Yeah. very soon we'll have the wicket cut, grass wickets for the season ahead. Yes. Yeah. And it's pretty firm. Yeah. Pretty good. Absolutely. Absolutely. We saw it that one. From Bangor Cricket Club, wishing BMCT a great season ahead, bringing teams from all over County Down and Fortress Ward Park. I'm sure you'll have a successful season and hope everybody has good fun. That's what it's about. Absolutely. That's why we do it. All right, thank you very much. താങ്ക് യു സോ മച്ച്. No, no. ഏപ്രിൽ മുതൽ ഞങ്ങളിവിടെ കളി സ്റ്റാർട്ട് ചെയ്യും. ടൂർണമെൻറ്റുകൾ പ്ലാൻ ചെയ്യുന്ന എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഞങ്ങൾക്ക് ആവശ്യം. ബാങ്കർ മലയാളി ക്രിക്കറ്റ് ടീം ബി MCTക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ബാങ്കർ മലയാളി ക്രിക്കറ്റ് ടീമിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. BMCT ബാങ്കോർ മലയാളി ക്രിക്കറ്റ് ടീമിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നോർത്തേൺ അയർലൻഡ് ബാങ്കേഴ്സ് ക്രിക്കറ്റ് ടീമിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഈ ദിവസം ഞങ്ങളുടെ ഒപ്പം ഇത്രയും നേരവും വന്ന് സഹകരിച്ച ഹരീഷ് കൃഷ്ണനും അദ്ദേഹത്തിൻ്റെ ചാനലിനും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എല്ലാവരും BMCTയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ഒപ്പം കളിച്ച എല്ലാ ടീം മെമ്പേഴ്സിനെയും ഓർക്കുന്നു, ക്യാപ്റ്റന്മാരെ ഓർക്കുന്നു. അതുപോലെ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന BMCT ഇഷ്ടപ്പെടുന്ന ബെൽഫാസ്റ്റിലുള്ള നോർത്തേൺ അയർലൻഡിലുള്ള എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. നിങ്ങളുടെ സ്നേഹവും കരുതലും ഇനിയും ഉണ്ടാകണം. ഒറ്റക്കെട്ടായി BMCT മുന്നോട്ട് പോകും. താങ്ക് യു സോ മച്ച്.